3, 4, 5, 6, 7, 8, 9, 10. ട്രെയിലർ റിലീസ് ചെയ്ത അന്ന് തന്നെ പറത്തിവിട്ട പെട്ടെന്നണക്കെ എയറിലായ കോപ്പിയുടെ ലേറ്റസ്റ്റ് ബോംബാണ് പരമസുന്ദരി. അതിരാവിലെ തന്നെ വാക്കുതിയുമായി തൊഴിലുറപ്പിനും പോയി വരികയാണ് ഈ കഥാപാത്രം. അതിനുശേഷം കലാമണ്ഡലത്തിൽ ഭരതനാട്യം പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഈ കഥാപാത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 70-80 കാലഘട്ടങ്ങളിൽ നിന്ന് തമിഴ്നാട് വഴി ടൈം ട്രാവൽ ചെയ്ത് കേരളത്തിൽ വന്നതാണ് ഈ കഥാപാത്രം. ഈ തേക്കപ്പെട്ട വമ്പിച്ച പ്ലോട്ടിസ്റ്റാണ് മറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെ നായികയ്ക്ക് കുറച്ച് മലയാളം അറിയുള്ളൂ എങ്കിലും ഹിന്ദി മേം സബ് കുച്ച് ജാൻതാ ഹെ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെ പാടത്ത് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് സുന്ദരി വാർക്കപ്പണിക്ക് പോകുന്ന ബംഗാളിയായ പരമുവിനെ കാണുന്നത്. എന്നിട്ട് രണ്ടുപേരും കൂടി അവളുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഒന്നും പറഞ്ഞിരിക്കാൻ പോകും. അപ്പോഴാണ് അവിടെ ഒരു കൊടൂര മൊസ്കിറ്റോ മർഡർ സീൻ നടക്കുന്നത്. അങ്ങനെ അടികൊണ്ട് ചത്ത കൊതുകുസാറിന്റെ വയറ്റിൽ ഒരു 1.5 ml ബ്ലഡ് ആയിരുന്നു, അല്ല പെയിന്റ് ആയിരുന്നു. ബിക്കോസ് ദാറ്റ് കൊതുകു വാസ് സ്പോൺസേഡ് ബൈ റെഡിംഗ് കമ്പനി. അങ്ങനെ രണ്ടും കൂടി റൊമാൻസ് ചെയ്ത് ചെന്നൈ എക്സ്പ്രസ് പോലെ ആക്കാമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയത് മീഷോ വെർഷൻ ഓഫ് ചെന്നൈ എക്സ്പ്രസ് ആണ്. പിന്നീട് 24/7 കൾച്ചറൽ എക്സിബിഷൻ വിത്ത് കേരള ടൂറിസം ആഡ്. പിന്നീട് മലയാളികളുടെ സ്ഥിരം പരിപാടികളായ വള്ളംകളി, കഥകളി, കത്തിവെക്കൽ, പുളുവടി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഓണം സെലിബ്രേഷന്റെ ഭാഗമായി മലയാളക്കര റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മാരത്തനാണ് പിന്നീട് കാണിക്കുന്നത്. സമ്മാനം 1 കിലോ ഏത്തപ്പഴം, 1 ലിറ്റർ ഗോതമ്പ് പായസം. അങ്ങനെ പരമു സമ്മാനം വാങ്ങിക്കാതെ നായികയെ തേച്ചിട്ട് കടന്നു കളയുമ്പോഴാണ് അവൻ തേപ്പിസ്റ്റ് പരമുവും അവൾ തേക്കപ്പെട്ട സുന്ദരിയും ആവുന്നത്. കേരള മലയാളം മോഹൻലാൽ. പാവം മമ്മൂട്ടി ഒന്ന് ഷോക്കായി പോയി. പിന്നീട് എൻ ക്രെഡിറ്റിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഒരു 10-200 മുഴം മുല്ലപ്പൂ വരുന്നുണ്ട്. ശാലിനി ഉണ്ണികൃഷ്ണൻ. എന്തിനാടാ കൊന്നിട്ട്